എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ പുറകിൽ നിന്ന് വിളിച്ച ശകുനം, പൂച്ച ഉറുക്കയാടിയ ശകുനം, ചൂല് കണ്ട ശകുനം, ഒരുപാട് ശകുനത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. ശകുനമുണ്ട് 3 കാര്യങ്ങളിൽ. 3 കാര്യങ്ങളിൽ മാത്രമേ ശകുനമുള്ളൂ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചോ. ഒന്ന് വീട്ടിൽ ശകുനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ വീട്ടിൽ ശകുനമുണ്ട്. ചില വീടുകളിൽ കേറിയ രോഗങ്ങളും അടിയും ബഹളവും ഒരു സന്തോഷം ഉണ്ടാവും. ചില വീടിനകത്ത് താമസം കയറി കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം തകർന്നു പോകും. എന്റെ പ്രിയമുള്ളവരെ, വീട്ടിൽ ശകുനമുണ്ട്. ആ വീട് വിറ്റിട്ട് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി തീർന്നു. 2 വാഹനത്തിൽ ശകുനം ആൾക്കാരുണ്ട്. എന്നാണോ നീ എന്റെ വീടിന്റെ എന്ന് എന്റെ വീടിന്റെ പറയാറുണ്ട്. നീ വന്നതോടെ എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായത്. അള്ളാഹ് അങ്ങനെയുള്ള വീടാണെങ്കിൽ വിൽക്കാം, വണ്ടിയാണെങ്കിൽ വിൽക്കാം, ഭാര്യയാണെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് നീ കല്യാണം കഴിക്കാത്ത ഒരു കല്യാണം കഴിക്കാൻ പണം നോക്കി പെണ്ണ് കെട്ടുന്ന മഹാനുണ്ട്. ഇപ്പോഴേ അവന് കിട്ടിയില്ലെങ്കിൽ പോയി പല പെണ്ണിന്റെ പണം പിന്നെ ഗ്ലാം കൂടെ എല്ലാവരും വെക്കണം. പെണ്ണുങ്ങളെ പെണ്ണിന്റെ സൗന്ദര്യം മകളാണ്. ഡോക്ടർമാർ പറയാറുണ്ട് പെണ്ണിന്റെ നിങ്ങൾ പറയാൻ പറ്റില്ല. ആൾ കൂടുതലാണ് അഹങ്കാരം. അവരുടെ അഹങ്കാരം പെണ്ണുങ്ങൾ ഐശ്വര്യം നഷ്ടപ്പെടുന്നവളാണ്. ആ വിഭാഗം ലക്ഷ്യമല്ല. പെട്ടെന്ന് 6 വിഭാഗം പെണ്ണുങ്ങൾ ഐശ്വര്യം നഷ്ടപ്പെടുന്നവളാണ്. ഈ ഈ പറയുന്ന സ്വഭാവം നഷ്ടപ്പെടുന്ന ഒന്നാമത്തെ രോഗം നയിക്കുന്നതാണ്. എന്ത് പറഞ്ഞാലും എപ്പോഴും രോഗം നയിക്കുമ്പോൾ രണ്ടാമത്തെ വിഭാഗം സംസാരിക്കുമ്പോൾ സ്വന്തം ഭർത്താവിനെ മുന്നിൽ കണ്ടവരെ കുറിച്ച് പോക്കി പറയുന്നവൾ, അന്യ പുരുഷൻ ആദരിക്കുന്നവൾ, അവൾ നന്മ നഷ്ടപ്പെടുത്തുമ്പോഴാണ് നബി സ്നേഹം എന്ന് പറഞ്ഞത് അങ്ങനെ പറയാറുണ്ട്. അവരും നന്മ നഷ്ടപ്പെടുത്തുന്നതാണ്. മൂന്നാമത്തെ വിഭാഗം ചെയ്ത് നന്മ എടുത്തു പറയുന്നതാണ് നബി റസൂലുള്ളാഹി. വിഭാഗം കഴിഞ്ഞ് 20 കൊല്ലമായി ഇന്ന് പറയുമ്പോഴാകുമ്പോൾ ഞാൻ വെറുതെ 20-50 പേരും കൊണ്ടാകുന്നത്. ഭർത്താവിന് ഒന്നും പറയാനുണ്ട്. നിങ്ങൾ പിന്നാക്കിയത് എന്റെ സ്വന്തം വീട്ടിലാണ്. ആപായമായി ചെയ്ത് നിങ്ങൾ എടുത്തു പറയുന്നവൾ അവൾ നല്ലവളല്ല. നാലാമത്തെ പെണ്ണ് ഓരോ കാര്യമില്ല, ഭർത്താവിന് കാണുന്നില്ല, മക്കളെ കാണുന്നില്ല, വീടും സമയമില്ല. 24 മണിക്കൂർ കണ്ണായി റബ്ബിൽ നിന്നും ഒട്ടും വരുന്നവളാണ് നബി മുഹമ്മദ് മുസ്തഫ. എഴുന്നേറ്റ് ആനെ പോലെ വളരെ എപ്പോഴും നടക്കുന്നതല്ല. 24 മണിക്കൂർ അഞ്ചാമത്തെ പെണ്ണ് ഭർത്താവിന്റെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ അറിയില്ല. ആ പൈസയും കൊണ്ട് വെള്ളി കിടന്നും ഭർത്താവ് അയച്ചു കിടക്കുന്നു. അപ്പോൾ അവർ പറയും അത് എനിക്ക് വേണം. കാണുന്നതല്ല വേണം എന്ന് പറയുന്നത് അവൾ നന്മ നഷ്ടപ്പെടുന്നവളാകട്ടെ. ആറാമത്തെ പെണ്ണ് ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടാൻ വരില്ല, ശുദ്ധിയില്ല, അങ്ങനെ ഉടായി പോകുന്ന പെണ്ണാണ് റസൂലുള്ളാഹി. ഒന്നാണ് ഭാര്യ. അതുകൊണ്ട് പറഞ്ഞു ഒരു ദിവസം ഒരു മനുഷ്യൻ എന്ത് ചെയ്താലും ഒരു ദിവസം നീ എന്ത് ചെയ്താലും ഒരു ദിവസം 27 ദിവസമാണെങ്കിലും 60 ദിവസമാണെങ്കിലും 14 ദിവസമാണെങ്കിലും ഒരു ദിവസം എന്ത് ചെയ്താലും ഏത് ദിവസം മതിയോ നീ ദിവസമാണ്
ദിവസം നമ്മുടെ ആഘോഷിച്ച് നാളെ ആരെങ്കിലും എത്ര തിന്നണം എന്തെങ്കിലും സഹോദരങ്ങളെ നമ്മളെ കൊണ്ട് എന്തൊക്കെ പറയാം സ്വഭാവം തങ്ങളുടെ രോഗം പള്ളി പോകുന്നത് പള്ളി പോയ എങ്ങനെ ആ സ്വഭാവം പള്ളിയുടെ ഈ ഒരു വിഷയത്തിൽ എല്ലാവരും ഈ ഒരു വിഷയത്തിൽ നല്ല സ്വഭാവം വളരെ മോശമായി പെണ്ണിന്റെ മാമ ഈ أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة وتصبحوا على ما فعلتم نادمين. الله تعالى പറയുന്നത് يا أيها الذين آمنوا يشتكوا കൂട്ടരെ إن جاءكم فاسق الله പറഞ്ഞത് إن جاءكم فاسق ഒരുത്തിക്കവല്ലോ പലതാണ്ടാകാം അവൻ ഈമാൻകാരനുണ്ടാകാം അവൻ പള്ളിയിൽ ഇമാമാകാം പ്രാർത്ഥനയാകാം അബ്ലാകാം നാട്ടിലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാകാം എപ്പോഴും നടക്കുന്നവളാകാം إن جاءكم فاسق എന്തെങ്കിലും പറഞ്ഞോ സത്യം മനസ്സിലാക്കാതെ പറയല് മനസ്സിലാക്കാതെ പറയല് അവസാനം പറഞ്ഞ് പാവപ്പെട്ടവന്റെ ജീവിതം വെച്ചാ പറഞ്ഞ് തെറ്റാണെന്ന് നിനക്ക് തോന്നുമ്പോ നിന്റെ വായിക്കത്ത് നിന്റെ കൈയിട്ട് കടിക്കേണ്ടിയെന്ന് പറയുമ്പോൾ വിലയിരുത്തേണ്ടത് ശരി പറയാൻ ഞാനൊന്നും പറയുമ്പോൾ കേൾക്കത്തേ ഉള്ളൂ ഞാനൊന്നും പറയാനല്ലോ കേൾക്കാനേ ഉള്ളൂ കേൾക്കാൻ അവനെ പോലെയാണ് മരത്തിന് മനസ്സിലാക്കാൻ ഈ മാമൂലി മനുഷ്യനാണ് രാത്രി ഇറങ്ങി നടക്കാൻ തുടങ്ങി. അയാളുടെ കയ്യുടെ മുന്നിൽ സലാം പറഞ്ഞു. അകത്ത് സലാം അടക്കിയത് പെണ്ണ തിരിച്ചോടിയില്ല. അവിടെ നിന്നു വീണകത്ത് പെണ്ണാണെന്ന് പറഞ്ഞു. എന്നിട്ട് പോയില്ല. ചെന്ന് നോക്കുമ്പോൾ ഒരു പ്രായമുള്ള വന്നത് മോനെ വസ്ത്രം ശരിയാക്കി ഭക്ഷണം ഉണ്ടാക്കി പള്ളിയില്ലാത്ത കാരണം ആ മനുഷ്യൻ തന്റെ വായിൽ എനിക്ക് വാരി തരാറുണ്ട്. കണ്ണെന്ന് പറഞ്ഞു ആരാവുമാനോ ഇല്ല മോനെ എത്ര ചോദിച്ചിട്ട് ആരാണ് പറഞ്ഞില്ല. ആ മനുഷ്യൻ പറഞ്ഞു മറ്റുള്ളവരെ ഇറച്ചിന് നമ്മുടെ കാര്യങ്ങൾക്ക് സാധനമായി കാണുന്നത് ഇത് സാധനമാണ് നമ്മൾ പലരും കരുതുന്നത്. എങ്കിലും സാധനമല്ല. എന്റെ പെങ്ങളെ സാരമല്ല അതിസാരമായി കാര്യമല്ല. കടന്നു വരിക അതിന്റെ പാചകം
ആദ്യം പറഞ്ഞേ ഒരു ചെറുപ്പക്കാരൻ എന്നെ ദുആ ചെയ്യുകയോ ഒരു ചെറുപ്പക്കാരൻ എന്നെ ദുആ ചെയ്യുകയാണ് അവന്റെ കാഴ്ച കണ്ടിട്ട് പോയതായി അയാ പറയുന്നത് സലീം കൈസലീം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലുള്ളാഹി അവൻ ആരാണെന്നറിയുമല്ലോ ഉമ്മനെ കറിച്ച ചെറുപ്പക്കാരൻ ആരാണെന്നറിയുമല്ലോ പറയുകയോ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരൻ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ചെറുപ്പക്കാരോ ഇന്നമനെ കരുന്നത് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത് എന്നാണ് ജീവിതത്തിൽ സംഭവിച്ചത് ആ ചെറുപ്പക്കാരൻ പറയുന്നു യാ റസൂലല്ലാഹ് എന്റെ ജോലി എന്താണെന്നറിയുമോ നബിയേ എന്റെ ജോലി എന്താണെന്നറിയുമോ എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ എനിക്ക് തൊഴിപ്പിച്ച കമ്പനി പട്ടികളുണ്ടോ എന്ന് സ്ത്രീച്ച ആരെങ്കിലും തയ്യാറാക്കി വെച്ച് എന്ന് പണ്ടുണ്ടാൽ മണ്ണിൽ കൊണ്ടുപോയിട്ട് അവന്റെ കാര്യത്തിൽ എല്ലാവരും മടങ്ങി പോകുന്നു അവസാനം പോകുന്നത് എന്ന് വേണ്ടിയോ അത് തിരിച്ചറിയാൻ അറിയാൻ പോകുകയോ അതിന് വേണ്ടി അറിയാൻ പിടിക്കുമ്പോൾ അവന്റെ സ്ഥലത്ത് വന്നിട്ട് മണ്ണിലെത്തിയുമാകുകയോ അതിനകത്ത് ണ്ടല്ലോ എന്നെ പോലെ പാപം ചെയ്യുന്നില്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് റസൂലുള്ളാഹി 7 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ രാജ്യത്തായ കാണാനുള്ള യുദ്ധത്തിന്റെ നടുവിൽ നടന്നു പോയി ഒരു സുന്ദരിയായ പെണ്ണ് അവിടെ അങ്ങ് പോയി കൊണ്ടുപോയോ അയാളെ പിരിഞ്ഞു രാത്രി കണ്ണിൽ നിന്ന് കണ്ണുകൾ മാറി കൈകൾ അവരുടെ ശരീരത്തിൽ വെച്ചിരുന്ന കപ്പുകൾ കഴിക്കുകയോ അവൻ മണ്ണിൽ എനിക്ക് ഓർമ്മ എനിക്ക് വികാരം തോന്നി അവരോടല്ലാതെ ആരും തോന്നി രണ്ടാമത് അവന്റെ കാര്യത്തെ കൂടുകയാണ്
അല്ലാഹു റസൂൽ ആടി വളർത്തി ആട് 10 ലക്ഷം ആടിനില്ല പശുക്കളിൽ ആട് വർക്കത്ത് വെച്ചില്ല എത്ര താഴെ മട്ടൻ അല്ലേ ഈ കല്യാണം മാർക്കറ്റിൽ രാവിലെ ചന്ദ്രൻ 6 എത്ര റേഞ്ച് വർദ്ധിക്കുന്നു ആട് 1 ലക്ഷം രൂപയ്ക്കുള്ളൂ പക്ഷേ ഈ കെട്ടിപ്പിടിക്കുന്ന പടികൾ നമ്മുടെ നാട്ടിൽ എവിടെ കിടന്നിട്ട് പോലെ എന്നാട് ഓർമ്മ കാലം വരുന്നത് എവിടെ കിടന്നിട്ട് അല്ലാഹു വർക്കത്ത് ജീവിയ ആട് വീട്ടിൽ ബാക്കി വർക്കത്ത് അല്ലാഹു മുസ്ലിം രീതിയിൽ മാറട്ടെ അല്ലാഹു ഈ മഹിമയെ മാറട്ടെ രണ്ട് ആട് വീട്ടിൽ കൂട്ടി വളർത്തുന്നു ഈ റസൂലുള്ളാഹി ദേവത്തെ ഓടി ദിനമാസം കൈകൾ അല്ല വീട്ടിൽ പോയി ഭാര്യ പറഞ്ഞ വഴി ലക്ഷങ്ങൾ കൊടുത്തിട്ട് വീട്ടിൽ ഓടി വാച്ചിക്കാൻ അല്ലേ ഓടി വളർത്തുന്ന വീട്ടിൽ പോയി നല്ല ജീവി ഒരു നല്ല ജീവിയെ വളർത്താൻ കണ്ണീർ വീട്ടിൽ അല്ലാതെ കണ്ണീർ ഒന്നും ആളല്ലേ ചാകാർ പറഞ്ഞ ആരംഭിക്കും വീടിന്റെ മുന്നിൽ നല്ലൊരു ചുമന്ന നല്ലൊരു വാക്ക് ഒന്നൊക്കെ എങ്ങനെ അപ്പോൾ ഒരു മാസം ഓടി വളർത്തുന്നത് ഈ ആൾക്കാർ എന്റെ പറയാം എന്റെ പൊന്നാരാമി എന്ത് പാടി ഒറ്റ പാച്ച എന്റെ റബ്ബേ നിന്നെ കഴിയുമോ നേരത്തെ ഇന്ന് വിനോദം കഴിഞ്ഞ വലിയ കാര്യം ഞാനല്ലേ പള്ളിയിൽ ചങ്ങാശേരി പള്ളിയിലേക്ക് പുതുവഴിയാക്കാൻ വേണ്ടി വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഒരു ചായ എടുക്കാൻ പോയി പെട്ടെന്ന് ഇവിടെ ഈ ചായ വീട്ടിൽ പോയപ്പോൾ ഒരു നല്ല കാഫി പോത്ത് തലയിൽ വെളുപ്പ് 4 കാലം ചൂട്ട് പോലെ മനോഹരമായി വാടി വെക്കും പറഞ്ഞു ഒതുക്കിയാക്കി പറ്റില്ല കാരണം പാലിന്റെ തൊലി വീഞ്ഞു എനിക്ക് പൊതുവെ പറ്റില്ല അപ്പോൾ വെറുതെ പറഞ്ഞു അതെ 2 ദിവസം കൊടുത്തു ആ മനസ്സിന് വേറെ വെച്ചില്ല ആ സാഹചര്യം പറഞ്ഞ വാങ്ങി നോക്കി പറഞ്ഞു മനോഹരമായി എന്തെങ്കിലും വാങ്ങി പക്ഷേ ഉച്ചയുടെ ആക്കാൻ വന്നിട്ട് പത്താം 8 ദിവസം രാത്രി വാങ്ങി പോയി ഒറ്റ പച്ച പറഞ്ഞു ആ മനുഷ്യൻ ഇങ്ങനെ പറയാൻ ഇത് നമ്മുടെ ചിന്തിക്കുന്നത് പിറ്റേ ദിവസം ആര് വീട്ടിൽ വീട് വന്നു അപ്പോൾ അദ്ദേഹം പൊതുവെ നിൽക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ ആ പോത്തിനകത്ത് ഒരു വാടി വിടാതെ ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒറ്റക്കാലം അച്ചായ വായിച്ചിൽ ആ മനുഷ്യൻ അടിച്ചില്ല ഉൾപ്പെടെ നമ്മുടെ തന്നെ ഒരു പുതിയ അളവ് മാറട്ടെ വീട്ടിൽ ഓടി അവൾ കണ്ണീർ വരില്ല ഈ രണ്ടാം മൂന്നാം കാര്യം നിങ്ങളോട് എന്തൊക്കെയാണ് സഹോദരങ്ങളെ ഏത് വീട്ടിലാണ് നാട്ടിലുള്ളത് ആ വീട്ടിൽ വളർത്തുന്നത് അങ്ങനെ വീട്ടിൽ പോയിട്ട് ആദ്യം ചെറിയ ആട്ടിൽ പെണ്ണു എനിക്ക് വല്ലതും മതി അത് കാട്ടുപാടില്ല നിന്നും പറഞ്ഞു പെണ്ണുക്കെല്ലാം പറഞ്ഞു എന്റെ വീട്ടിൽ ഫീസ് കൊടുക്കുന്നത് വന്നാൽ മറക്കാൻ പറയും ആട്ടിൽ വീട്ടിൽ 4 മണ്ണ് കൊണ്ടുണ്ടായി മുഹമ്മദ് മുസ്തഫ രാവിലെ പറയുന്നത് കണ്ടി കൊടുക്കുന്നത് അപ്പം അങ്ങനെ കാലത്ത് പറയുന്നത് വർക്കണം രാവിലെ പോയി സഹോദരങ്ങളെ മൂന്നാമത്തെ കാര്യം ഒന്നുകൂടെ പറയാം കണ്ടാത്തിരുന്നല്ലോ മുഹമ്മദ് മുസ്തഫ നന്മ ഉപദേശിക്കുക നന്മ ഉപദേശിക്കാൻ ആൾക്കാർ ഉപദേശിക്കാൻ ചിലപ്പോൾ ഉപദേശം ഉദാഹരണം പറഞ്ഞാൽ വാപ്പ പള്ളി സത്യത്തിൽ വാപ്പ പറഞ്ഞാൽ വാപ്പ വിളിച്ച് ഇനി പോണ മകനെ പോയി എന്നാ വീട്ടിൽ മോള് പോയി പള്ളി ഉമ്മ മക്കളുടെ സമയത്ത് സീരിയ കണ്ടോണ്ടിരിക്കുക ഉപദേശിക്കുന്ന മുമ്പ് കാര്യം ഇത് പറയാനാണ് പറഞ്ഞുകൂടായിരുന്നു ആ സമയത്ത് റസൂൽ പറഞ്ഞു മറ്റു ഞാൻ കഴിക്കും ആദ്യം ഞാൻ തുടക്കട്ടെ എന്ന് ഉപദേശിക്കാവുന്ന കൃതി മുഹമ്മദ് മുസ്തഫ ആദ്യം നിന്റെ മക്കൾക്ക് മാറിയാൽ ഒരു വാപ്പയായി മാറി ഉമ്മ നിന്റെ മക്കൾക്ക് മാറിയാൽ മാറി എങ്കിൽ നിന്റെ മക്കൾ ഉണ്ടാകും അല്ലാതെ കാര്യമില്ല എവനെങ്കിലും ഇറങ്ങി പോകുമ്പോൾ നിന്റെ കാര്യമില്ല മക്കൾ വളർത്താൻ റസൂൽ പറഞ്ഞു മക്കളെ തല്ലുന്നതിന് വേണ്ടി വീട്ടിൽ വഴി വെച്ചിരിക്കുന്ന വാപ്പയ്ക്കുള്ള ബർക്കത്ത് നബി മുഹമ്മദ് മുസ്തഫ മക്കളെ തല്ലുന്നതിന് വേണ്ടി മക്കൾ ആഗ്രഹിക്കുന്നത് മക്കൾ മര്യാദ പഠിക്കാൻ വീട്ടിൽ വഴിയുണ്ടോ ആയിട്ടുള്ള ബർക്കത്ത് നബി റസൂലുള്ളാഹി നമ്മൾ വാപ്പ പറയുന്ന സമയത്ത് നമ്മൾ ഇന്ന് ഒരേ സമയത്ത് കൊടുക്കാതെ പോയി മോനെ അല്ലാഹു നബി നബിയിലേക്ക് മാറട്ടെ അല്ലേ ശരീരത്തിൽ ഇറങ്ങി പോകുമ്പോൾ ആളുകൾ വിളിക്കുക പോലെ യാചിക്കുന്ന കാഴ്ച ചെയ്യുന്ന ഓർമ്മ ഖുർആനിലെ വാക്ക അതിന് മനസ്സിലുള്ള പല വീഡിയോ മക്കളെ നല്ല രീതിയിൽ പോയി രണ്ടാം കൊടുക്കുന്നു നമ്മൾ പെൺകളെ വിചാരിക്കരുത് പ്രേമിക്കുന്ന മറുപടി അതെ ഒരെണ്ണം വൈകിട്ട് പുറത്ത് പോയി വീട്ടാൻ കയറും എനിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് മക്കളുമായി തെറ്റി പോയി നമുക്കറിയാം പ്രിയപ്പെട്ട കേട്ടോ ഒക്കെ നല്ല രീതിയിൽ പോയി നല്ല രീതിയിൽ നോക്കരുത് ആ മനുഷ്യരുടെ മൂലം വീഡിയോ എനിക്ക് ഓർമ്മ 950 വർഷം വളർത്തുന്ന സംഘടന തൂഫാൻ പറയുന്ന എല്ലാവരും തന്റെ പെൺമോ കണിലും വെള്ളത്തിൽ മുമ്പോ ആ വാക്ക് ആ വാക്ക് ഇതൊക്കെ ഈ മനുഷ്യൻ വിളിച്ച് മോളെ ആ വാപ്പ ഞാൻ അവസാനം പോലും സ്വന്തം സ്വന്തം മോൻ കുടുംബത്തിൽ